السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സ്നേഹിതന്മാരായ പണ്ഡിതന്മാരെ, സഹപാഠികളെ, നമ്മുടെ 72ാമത്തെ ജംഇന്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുനാസിബുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണല്ലോ. മുർസൽ എന്ന് പറയുന്നൊരു വിഷയത്തേക്ക് എത്തുകയും മാലിക് ഇമാം റളിയല്ലാഹു അൻഹു തെളിവായി അംഗീകരിക്കുകയും ബഹുഭൂരിഭാഗം ആളുകൾ അത് റദ്ദ് ചെയ്യുകയും ചില ആളുകൾ അത് ഇബാദത്തിൽ മാത്രം റദ്ദ് ചെയ്ത് മറ്റുള്ളവർ പറ്റുമെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. ഇനി അതിന്റെ ബാക്കിയാണ് പറയാനുള്ളത്. വലൈസ മിൻഹു മസ്ലഹത്തുൻ ളറൂരിയ്യത്തുൻ കുല്ലിയ്യത്തുൻ ഖത്ഇയ്യത്തുൻ വസ്തറദഹൽ ഗസാലി ലിൽ ഖതീബിൽ ഖൗലി ബിഹി ലാ ലിൽ അസ്ലിൽ ഖൗലി ബിഹി. വലൈസ മിൻഹു മുർസല് എന്ന് പറയുന്ന സംഗതിയുണ്ടല്ലോ, ഇൽഗാ എന്നോ ഇഅ്തിബാറി എന്നോ ഒന്നുമില്ലാത്ത ഒരു സംഗതിയാണല്ലോ മുർസല്. ആ മുർസലിൽ ഇല്ല മസ്ലഹത്തുൻ, ഒരു നന്മയില്ല, ളറൂരിയ്യത്തുൻ ളറൂരിയായതും ഇല്ല, കുല്ലിയ്യത്തുൻ ഖത്ഇയ്യത്തുൻ ഉറപ്പിക്കാൻ പറ്റുന്ന കുല്ലിയായതും ഇല്ല. ഈ മൂന്ന് നിബന്ധനയും അത് ഇല്ല. അങ്ങനത്തെ ഒന്ന് മുർസൽ. കാരണം അന്നഹ നിശ്ചയമായിട്ടും ഈ മസ്ലഹത്ത് എന്ന് പറയുന്നത് മിമ്മ ദല്ലദ് ദലീലു അല ഇഅ്തിബാരിഹ, ഒരു പൊതുവായ ഒരു ദലീല് ആ മസ്ലഹത്തിനെ പരിഗണിക്കുക എന്നതിന്റെ മേലിൽ അറിയിക്കുന്നതിൽപ്പെട്ടതാണല്ലോ മസ്ലഹത്ത് എന്ന് പറയുന്നത്. പൊതുവായ ഒരു ദലീല് അറിയിക്കും, അത് പരിഗണിക്കാൻ പറ്റും എന്നുള്ളത്, അതിന്റെ മേൽ അറിയിക്കുന്ന ഒന്നിൽപ്പെട്ടതാണ് ദലീലത്ത്, ഇതിനെ മസ്ലഹത്ത് എന്നുള്ളത്. ഫഹിയ, അപ്പോൾ അത് ഹഖ്ൻ ഖത്അൻ ഉറപ്പായിട്ടും യഥാർത്ഥം തന്നെയായിരിക്കുമല്ലോ. അതാണ് പറയുന്നത്. അപ്പോ ശറഹിന്റെ കാഴ്ചപ്പാടിൽ എല്ലാത്തിനും സൂക്ഷിക്കുക, അതാണ് ദലീല്. അത് ബഅദിനെ സൂക്ഷിക്കുന്നതിനേക്കാൾ പൊതുവെ എല്ലാത്തിനും സൂക്ഷിക്കുക എന്നുള്ളതാണ് ശറഹിന്റെ കാഴ്ചപ്പാടിലുള്ളതായ ദലീല്. അത്തരം ഒരു ദലീല് അറിയിക്കുന്നതിൽപ്പെട്ടതാണ് ഈ മസ്ലഹത്തിനെ പരിഗണിക്കുക എന്നുള്ളതും. അപ്പൊ അതുകൊണ്ട് ഈ മുർസലിൽ മസ്ലഹത്തും ളറൂരിയ്യത്തും കുല്ലിയ്യത്തും ഖത്ഇയ്യത്തും ഇല്ല എന്ന് പറയുന്നു. വഷ്തറദഹൽ ഗസാലിയു, ഇമാം ഗസാലി അവറുകൾ ഇത് ഷർത്താക്കി വെച്ചിട്ടുണ്ട്, മസ്ലഹത്ത്. അപ്പൊ മസ്ലഹത്തുൽ മുർസലത്തില് മൂന്ന് കാര്യമാണ് ഇമാം ഗസാലി അവറുകൾ ഷർത്താക്കി വെച്ചിട്ടുള്ളത്. ളറൂരിയ്യ, ഖത്ഇയ്യ, മസ്ലഹ. ലിൽ ഖത്ഇ ബിൽ ഖൗലി ബിഹി. അതുകൊണ്ട് എന്ന് പറഞ്ഞാല് മഹാനവറുകൾ മുർസലിൽ മൂന്ന് കാര്യങ്ങൾ ഷർത്താക്കി വെച്ചു. അതുകൊണ്ട് അമൽ ചെയ്യുവാൻ വേണ്ടിക്കൊണ്ടാണ് അത് ഷർത്താക്കി വെച്ചത്. അല്ലാതെ ലാ ലി അസ്ലിൽ ഖൗലി ബിഹി, അതുകൊണ്ട് ഒരടിസ്ഥാന വാക്ക് പറയുവാൻ വേണ്ടിയുള്ളതല്ല, അമൽ ചെയ്യുക എന്ന കാര്യത്തിന് വേണ്ടി വെച്ചതാണ് ആ ഷർത്ത്. ഫജഅലഹ മിൻഹു, അപ്പോൾ മഹാനവറുകൾ മസ്ലഹത്ത് എന്നതിനെ ആക്കി മിൻഹു മുർസലിൽ ആക്കി. മഅൽ ഖതീബ് ഖബൂലിഹ, അതിനെ സ്വീകരിക്കുക എന്ന ഉറപ്പോടുകൂടി തന്നെ മുർസലിൽ പറയപ്പെട്ട മസ്ലഹത്തിനെ ആക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് മുർസലിനെ കുറിച്ചുള്ള ചർച്ച. ഖാല, മുസന്നിഫ് പറയുന്നു, വല്ലന്നുൽ ഖരീബു മിനൽ ഖത്ഇ, ഖത്അ അല്ല, ഖത്ഇനോട് അടുത്തു നിൽക്കുന്നതായ ലന്ന്, അത് കൽ ഖത്ഇ ഫീഹ, ആ മസ്ലഹത്തിലുള്ള ഖത്അ പോലെ തന്നെയാണ്. ഖത്ഇന് വേണ്ടി എന്നാണ് പറഞ്ഞത് നമ്മളവിടെ. അപ്പൊ മസ്ലഹത്ത് ഖത്അ ആവണം. ഖത്അ അല്ലെങ്കിൽ ഖത്ഇനോട് അടുത്തു നിൽക്കുന്ന ലന്നുണ്ടായാലും ഖത്അ പോലെയാണ് എന്നാണ്. നമുക്കതിന് ഉദാഹരണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക. മിസാലുഹ, ഇതിന്റെ ഉദാഹരണം
ഏതിന്റെ ഉദാഹരണം? മഖ്തൂഅത്തായ മസ്ലഹത്തിന്റെയോ അല്ലെങ്കിൽ ഖത്ഇനോട് അടുത്ത് നിൽക്കുന്ന മദ്നൂനത്തുൽ ദന്നിന്റെ ഉദാഹരണം. രണ്ടും പെടുവതിൽ. അതേതാണ്? റമ്യുൽ കുഫാരി, സത്യനിഷേധികളെ എറിയുക. അൽ മുതതർരിസീന, പരിച ധരിച്ചതായ ആളുകൾ. ബി അസ്റൽ മുസ്ലിമീന, മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്തൽ കൊണ്ട് രക്ഷാകവചം ധരിച്ചു നിൽക്കുന്നതായ കുഫാറിനെ എറിഞ്ഞാട്ടുക. ഫിൽ ഹർബിൽ, യുദ്ധത്തിൽ. അൽ മുഅദ്ദി ഇലാ ഖത്ലി തുർസി മഅഹും, ആ മുസ്ലിങ്ങളോടുകൂടെ രക്ഷാകവചം ധരിച്ച ആളുകളെ കൊല്ലലേക്ക് കൂട്ടുന്നൊരു യുദ്ധമാണ്. അത്തരം ഒരു യുദ്ധത്തിൽ മുസ്ലിങ്ങളെ പിടിച്ചു അറസ്റ്റ് ചെയ്താൽ ആ രക്ഷാകവചമാക്കി വെച്ച കാഫിറ മുഴുവനും എറിഞ്ഞ് ആട്ടണം. എപ്പോ? ഇതാ കുത്തിഅ ഔ ലുന്ന ലന്നൻ ഖരീബൻ ഖത്ഇ, ഖത്ഇനോട് അടുത്തു നിൽക്കുന്ന ഒരു വിചാരമോ അല്ലെങ്കിൽ ഒരു ഖത്വ ഉറപ്പോ ഉണ്ടെങ്കിൽ. എന്തുകൊണ്ട്? ബി അന്നഹും ഇല്ലം യുർമൗ, ഈ കാഫിരീങ്ങളെ എറിഞ്ഞാട്ടിയിട്ടില്ല എങ്കിൽ ഇസ്തഇസ്റുൽ മുസ്ലിമീന, മുസ്ലിങ്ങളെ അവർ വേരോടെ പിഴുതെടുക്കും. എന്തുകൊണ്ട്? ബിൽ ഖത്ലി, കൊല്ലൽ കൊണ്ട്. തുർസ വഗൈറുഹു, രക്ഷാകവചം ധരിച്ചതായ ആളുകളെയും അല്ലാത്തവരെയും കൊന്നു കളയൽ കൊണ്ട് മൊത്തത്തിൽ മുസ്ലിങ്ങളെ വേരോടെ പിഴുതെറിയും. അതുകൊണ്ട് ഈ കാഫികളെ ഒന്നാകെ ഇവിടെ നിറഞ്ഞാട്ടണം. വബി അന്നഹും ഇൻ റുമു, അങ്ങനെ കാഫിരികളായ ആളുകളെ എറിഞ്ഞു. എന്നാൽ തുർസ് ഇല്ലാത്ത ആളുകൾ എന്താവും? രക്ഷപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ളതായ ഉറപ്പോ വിചാരമോ ഉണ്ട് എങ്കിൽ വയജൂസ് റംയുഹും, എന്ന കുഫാരികളെ എറിഞ്ഞാട്ടണം. അത് ജായിസാണ്. ലിഹിബ്ദ് ബാക്കിൽ ഉമ്മത്തി, ഇവിടെ ഹാജറായ സന്നിഹിതരായിരിക്കുന്ന സമുദായത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ രക്ഷ കിട്ടുവാൻ വേണ്ടി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്തുക എന്ന നിലപാടിൽ വെച്ചുകൊണ്ട് കാഫിറുകളെ മുഴുവനും മുസ്ലിങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് രക്ഷാകവചമാക്കി കാഫിറുകളെ എറിഞ്ഞിട്ടാട്ടണം. ഇല്ല എങ്കിൽ അവർ മറ്റുള്ളവരൊക്കെ പിഴുതെടുത്ത് മുസ്ലിം സമുദായത്തെ ഇല്ലാതെയാക്കും. ഇതാണ് അതിന്റെ ഒരു ഉദാഹരണം. ബി ഖിലാഫി റമി അഹ്ലി ഖൽഅ, ഒരു കോട്ടക്കുള്ളിലുള്ളതായ ആളുകളെ എറിയുന്നതിനെതിരെ. തറസ്സു ബിൽ മുസ്ലിമീന, മുസ്ലിങ്ങളെ കൊണ്ട് അവർ രക്ഷാകവചമാക്കി വെച്ചു. അങ്ങനത്തെ കോട്ടക്കുള്ളിൽ ഇരിക്കുന്ന ആളുകളെ എറിയേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന ഫത്ഹഹ, ആ കോട്ട തുറക്കുക എന്നുള്ളത് ലൈസ ദറൂരിയൻ, അത് നിർബന്ധമായ ഒന്നല്ലല്ലോ, ദറൂരി അല്ലല്ലോ. അതുകൊണ്ട് അവിടെ എറിയൂല. വറമി ബഅദൽ മുസ്ലിമീന മിന സഫീനത്തി ഫിൽ ബഹരി, സമുദ്രത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പൽ നിറച്ചുള്ള മുസ്ലിങ്ങളുണ്ട്. അതിൽ ചില ആളുകളെടുത്ത് എറിയുക. എന്തിന്? നജാത്തിൽ ബാഖീന, ബാക്കിയുള്ള മുസ്ലിം രക്ഷപ്പെടണമെങ്കിൽ കുറച്ചാൾക്കാരെ കടലെടുത്ത് എറിയുക. ഇതൊന്നും പറ്റില്ല. കാരണം ഇന്ന നജാത്തഹും, ഈ പറഞ്ഞ ആൾക്കാരുടെയും രക്ഷ ലൈസ കുല്ലിയൻ, അത് എല്ലാത്തിനും ബാധിക്കുന്ന ഒന്നല്ല. അയ്മുതഅല്ലിഖൻ ബികുല്ലി ഉമ്മ, എല്ലാ ഉമ്മത്തിനോടും ബാധിക്കുന്ന ഒന്നല്ലല്ലോ. അതുകൊണ്ട് അവിടെ എടുത്തെറിയുകയില്ല. കോട്ടക്കുള്ളിലും അങ്ങനെ തന്നെ എല്ലാവർക്കും ബാധിക്കുന്നല്ലാത്തതുകൊണ്ട് അവിടെ എറിയില്ല. ഒരമിലും മുതതർരിസീന ബിൽ ഹർബി, അതുപോലെ യുദ്ധത്തിൽ രക്ഷാകവചം ധരിച്ച ആൾക്കാരെടുത്തെറിയുക. അപ്പോ ഇദാലം യുഖ്ത ഔലം യുളന്ന ലന്നൻ ഖരീബൽ ഖത്ഇ ബിസ്തിസാലിഹിൽ മുസ്ലിമീന, അവരെ എറിഞ്ഞിട്ടില്ല എങ്കിൽ, അങ്ങനെ എറിയുക എന്നുള്ള ഉറപ്പില്ല, എറിഞ്ഞാട്ടിയാൽ ഒന്നുറപ്പില്ല, അല്ലെങ്കിൽ വിചാരമില്ല, മുസ്ലിങ്ങളെ ഒന്നാകെ അവർ പിഴുതെറിയും എന്നതുകൊണ്ട് വല്ല ഉറപ്പോ വിചാരമോ ഒന്നും ഇല്ലാത്തയിടത്ത് യുദ്ധക്കളത്തിൽ വെറും പരിച ധരിച്ചു വന്ന ആൾക്കാരടുത്ത് എറിഞ്ഞാട്ട് അതും പറ്റില്ല. ഫലാ യജൂസു റമ്യു ഫി ആദി സുവരി സലാസത്തി, അപ്പൊ കോട്ടക്കുള്ളിലുള്ള അഖിലുകാരെറിയുക, കപ്പലിലുള്ള ആൾക്കാരെ കുറച്ചാൾക്കാരിടുക, മുസ്ലിങ്ങളെ പിഴുതെറിയുമെന്ന് ഉറപ്പില്ലാത്തോടത്ത് പരിച ധരിച്ചു വന്ന ആൾക്കാരെറിയുക. ഈ പറഞ്ഞ കാര്യത്തിൽ എറിയൽ എതിരുകൊണ്ട് ഇവിടെ എറിയൽ ജായിസില്ല. ആദ്യം പറഞ്ഞോടത്തെറിയാം, മറ്റുള്ള മുസ്ലിം രക്ഷപ്പെടണം. അവരെ എറിഞ്ഞാട്ടിയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള മുസ്ലിങ്ങൾ രക്ഷപ്പെടുകയില്ല. ഇതുകൊണ്ടാണത്. കാരണം അപ്പോ കപ്പലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എല്ലാവരും എടുത്തിടാൻ വയ്യാത്ത നറുക്കിടുക. അങ്ങനെ നറുക്കിടപ്പെട്ടാൽ പോലും എറിയാൻ പറ്റില്ല. കാരണം കുറച്ചാൾക്കാരെ രക്ഷപ്പെടുത്തുക, കുറച്ചാൾക്കാരെ രക്ഷപ്പെടുത്താതെ ഒഴിവാക്കുക.
ഈ പറഞ്ഞതായിരിക്കുന്ന വിഷയത്തിൽ ശറഈ യാതൊരു അടിസ്ഥാനം ഖുർആനില്ല. അതുകൊണ്ട് അതിൽ നറുക്കിട്ടാൽ പോലും അവിടെ എറിയൽ ജായിസില്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ ഖത്ഇന് അടുത്തുള്ള ലന്ന് എന്നൊക്കെ പറയുന്ന ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇത്തരം വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ വരും. ആ വരുന്ന അനുസരിച്ച് പരിപാടികളൊക്കെ നടത്താൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയാണ് മുർസലായ കാര്യത്തിൽ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. ആ വിഷയം അവിടെ കഴിഞ്ഞു. ഒറ്റടിക്ക് മുർസൽ തെളിവായി നമ്മൾ അംഗീകരിക്കൂല. അതിന് നിബന്ധനകളുണ്ട്. ആ നിബന്ധന പ്രകാരമാണ് ഇവിടെ നമ്മളിപ്പോ സംസാരിച്ചത്. ഇനി മസ്അല അൽ മുനാസബത്തു തൻഖരിമു ബിമഫ്സദത്തിൻ തൽസമു റാജിഹത്തിൻ ഔ മുസാവിയത്തിൻ. ഇതൊരു മസ്അലയാണ്. മുനാസബ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ മുനാസബ? തൻഖരിമു ഐ തബ്തുലു എന്നാണ് തൻഖരിമിന്റെ അർത്ഥം. ആ മുനാസബ ബാത്തിലായിപ്പോ. എന്തുകൊണ്ട്? ബിമഫ്സദത്തിൻ, ഒരു ഫസാദുള്ള കാര്യം ഇവിടെ ഉണ്ടായപ്പോ ആ മുനാസബ പോയി. എങ്ങനത്തതായ മഫ്സദ്? തൽസമുൽ ഹുക്മ റാജിഹത്തിൻ അലാ മസ്ലഹത്തിഹി. ആ ഹുക്മിന്റെ ഒരു മസ്ലഹത്തുണ്ടെങ്കിൽ അതിനേക്കാൾ റാജിയാകുന്ന രീതിയിലുള്ളതായ ഒരു നിർബന്ധമാകുന്ന മഫ്സദത്തുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ആ മസ്ലഹത്തിനോട് സമമായി നിൽക്കുന്നതായ ഒരു മഫ്സദത്ത്. ഇത്തരം മഫ്സദ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് മുനാസബ മുറിഞ്ഞുപോയി, ബാത്തിലായിപ്പോയി. ഈ പറഞ്ഞ വിഷയം ഖിലാഫല്ലിൽ ഇമാം റാസി, ഇമാം റാസി അവറുകൾക്ക് എതിരായിട്ടാണ് മൂപ്പര് പറയുന്നത് എന്താ? ഫീ ഖൗലിഹി, മൂപ്പരുടെ വാക്കിൽ ബി ബഖായിഹ, ആ മുനാസബ അവിടെ ഉണ്ട്. മഅ മുവാഫഖതിഹി, ഇമാം അവറുകൾ യോജിക്കലോടുകൂടെ തന്നെ. എന്തിന്റെ മേലില്? അലന്തിബായിൽ ഹുക്മി, ഇവിടെ ഹുക്മി ഇല്ല എന്നതിന്റെ മേൽ തന്നെ യോജിച്ചുകൊണ്ട് തന്നെയാണ് മഹാൻ പറയുന്നത്. റാജിഹാക്കുന്ന അല്ലെങ്കിൽ സമമാകുന്നതായ ഒരു മഫ്സദത്ത് അങ്ങനെ നിർബന്ധമാക്കി ഹുക്മിനെ നിർബന്ധമാക്കുന്നുണ്ട്. അങ്ങനത്തെ റാജിഹായ മഫ്സദത്തോ മുസാവിയത്തായ മഫ്സദത്തോ ഉണ്ടെങ്കിൽ അത്തരം മഫ്സദത്ത് കൊണ്ട് മുനാസബത്ത് പോകും, മുറിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ മുറിയൂല, അവിടെ ഉണ്ട് മൂപ്പര് പറയുന്നത്. ഫഹുവ ഇൻദഹു, അപ്പോൾ മൂപ്പരുടെ അടുക്കൽ ലിവുജൂദിൽ മാനിഇ, എന്തോ ഒരു മാനിഇ ഉണ്ട്, ഒരു തടസ്സം അവിടെ ഉണ്ട്. ആ തടസ്സം അവിടെ ഉള്ളത് കൊണ്ടാണ് മൂപ്പരുടെ അടുക്കൽ ഹുക്ം ഇല്ലാതെയായത്. അനൽ അവല് പ്രകാരം മൂപ്പര് അഭിപ്രായത്തിന് മുമ്പ് പറഞ്ഞത് മാത്തിലാകും എന്ന് പറയുമ്പോൾ ഹുക്കം ഇല്ലല്ലോ. ആ ഹുക്കം ഇല്ലായത് ആദ്യത്തെ അഭിപ്രായ പ്രകാരം അതിനെ തേടുന്ന മുക്കുത്തള ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇമാം റാജിയുടെ അഭിപ്രായത്തിൽ ഹുക്കം ഇല്ലാതായത് മുക്കുത്തള ഇല്ലാത്തത് കൊണ്ടല്ല, മറ്റെന്തോ കാരണം കൊണ്ടാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞു. നമ്മൾ എണ്ണി വന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലത്തിന്റെ വഴികളിൽ 5 പറഞ്ഞു കഴിഞ്ഞു. അസാദിസു മിൻ മസാലിക്കിൽ ഇല്ലത്തി, ഇല്ലത്ത് ആയി വരാൻ പറ്റുന്ന വഴികളിൽ 6ാമത്തെ വഴി മാ യുസമ്മ ബിശബഹ്, ഷബഹ് എന്നതുകൊണ്ട് പറയാൻ പറ്റുന്ന ഒന്നാണ്. ഇതുപോലെ കൽ വസ്ഫി, ഒരു വിശേഷണം പോലെ, ഫിഹി, അതില് അൽ മുഅറഫി, മാരിവിയാക്കപ്പെട്ടതായ ഒരു വസ്ഫുണ്ട്. ബി ഖൗലിഹി, മുസന്നിഫിന്റെ വാക്കുകൊണ്ട് അശ്ശബഹു എന്ന് മുസന്നിഫ് പറഞ്ഞല്ലോ. അങ്ങനെ മാരിവിയാക്കി വച്ചതായ ഒരു വസ്ഫു പോലുള്ള ഷബഹ്, അത്തരം ഷബഹ് പറയാൻ പറ്റുന്ന ഒരു വഴിയും ഇല്ലത്തിന്റെ വഴിയിലുണ്ട്. അപ്പൊ 6ാമത്തേത് അശ്ശബഹു, ഷബഹ് ആകുന്നു. എന്താ ഷബഹ്? മൻസിലത്തും ബൈനൽ മുനാസിബി വത്തുർദി, ഹുക്മുമായി ഈ ഇല്ലത്ത് യോജിക്കുക, അങ്ങനെ വന്ദിക്കുന്നതിന്റെയും യോജിക്കുന്നതിന്റെ ഇടയിലും തുടർത്തി കൊണ്ടുവരിക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നതിന്റെയും ഇടയിലുള്ള ഒരു സ്ഥാനം. ഐദു മൻസിലത്തിൻ ബൈന മൻസിലത്തൈഹിമ, മുനാസിബയുടെയും ത്വറുദിന്റെയും ഇടയിൽ ഒരു മൻസില സ്ഥാനമുണ്ട്. അത് രണ്ടിന്റെയും ഇടയിലൊരു സ്ഥാനം ഉടയത് എന്നതാണ് ഷബഹ് എന്ന് പറഞ്ഞാൽ. കാരണം എന്താ? ഫഇന്നഹു, നിശ്ചയമായിട്ടും, യുഷ്ബിഹു ത്വറുദ, അങ്ങനെ വരുമ്പോ ഈ ഷബഹ് ത്വറുദിനോട് തുല്യമായിട്ട് വരും. മിന്നൈസു ഇന്നഹു ഗൈറു മുനാസിബ് ബിദ്ദാത്തി, ബിദ്ദാത്ത് നിലക്ക് മുനാസിബ് ഇല്ല എന്ന ഹൈസിയത്തിലൂടെ വെക്കുമ്പോ ത്വറുദിനോടാണ് ഷബഹിന് തുല്യതയായിട്ട് വരിക. വയുഷ്ബിഹുൽ മുനാസിബ ബിദ്ദാത്തി മിന്നൈസു തവാബുത്തു ശർഇ ഇലൈഹി ബിൽ ജുംല, മൊത്തത്തിൽ ശർഅ് എന്താണെന്നറിയാമോ? മൊത്തത്തിൽ
ഷറഇന്റെ ഏറ്റ വ്യത്യാസം അതിലുണ്ട് എന്ന ഹൈസ്യത്തിൽ കൂടെ വെക്കുമ്പോ ബിദാത്തും മുനാസിബ് ദാത്ത നിലക്കുള്ള മുനാസിബിനോട് ഇങ്ങോട്ടും തുല്യതയുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ രൂപങ്ങൾ. ഇങ്ങനെ വരുമ്പോഴാണ് രണ്ട് ഇടയിലുമുള്ളൊരു മൻസിലത്ത് വരുന്നത്. ഏതുപോലെ ഉദാഹരണം കദ്ദുകൂറത്തി വൽ ഉനൂസത്തി ഫിൽ ഖളാഇ വശഹാദത്തി, സാക്ഷി നിൽക്കുക എന്ന കാര്യത്തിലും വിധി പറയുക എന്ന കാര്യത്തിലും ആണ് പെണ്ണ്. ഇവിടെ ആണിന് പറ്റുകയുള്ളൂ, പെണ്ണിന് ഖളാഇല്ലല്ലോ, ഷഹാദത്തിലും ഇല്ലല്ലോ. അവിടെ ദുക്കൂറത്ത് ഉനൂസത്ത് എന്ന് പറയുന്നതായി രണ്ട് സംഗതി ശറഇന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോ എന്താണ് ഖളാഇ ഷഹാദത്ത് എന്നുള്ളത് പറ്റുന്നില്ല. അതിനുദാഹരണമാണ്. ആ നിലപാടിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുത്താൽ മതി. ഖാലൽ മുസന്നിഫു, എങ്കിൽ മുസന്നിഫ് പറയുന്നു, വഖദ് തകാസറ തസാജുറു ഫി തഅരീഫി ആദിഹിൽ മൻസിലത്തി. ഈ ഷബഹിന് മൻസില എന്ന് പറയുമ്പോൾ ഈ മൻസിലത്തിന് നിർവചനം പറയണ്ടേ? ഈ നിർവചനത്തിന്റെ കാര്യത്തിൽ ഒരുപാട് തർക്കങ്ങൾ അധികരിച്ചു വന്നിട്ടുണ്ട്. എങ്ങനെ പറയാനുള്ള കാര്യത്തിൽ അപ്പോ ഫലം അജിദ് ലി അഹദിൻ തഅരീഫൻ സ്വഗീഹൻ ഫിഹ. ഈ മൻസിലത്തിൽ ശരിയായൊരു രീതിയിലുള്ള നിർവചനത്തെ ഒരാൾക്കും ഞാൻ എത്തിച്ചിട്ടില്ല. ആർക്കും ശരിയായ രീതിയിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ തൈരി പറയാൻ കഴിയാത്ത തർക്കമുള്ള ഒരു സംഗതിയാണ് ഷബ് അഥവാ മൻസിലത്ത് ബൈനൽ മുനാസിബി ഒത്തറുതി എന്ന് പറയുന്നത്. എങ്കിൽ ഖാദി അവറുകൾ എന്ത് പറഞ്ഞു നോക്കാമല്ലോ. ഖാദി അവറുകൾ എന്ത് പറയുന്നു? ഖാദി അബൂബക്കർ ബാഖില്ലാനി പറയുന്നു, ഹുവ ഈ ഷബഹ് എന്ന് പറഞ്ഞാൽ അൽ മുനാസിബു ബിത്തബഇ, തബഅ കൊണ്ട് മുനാസിബാവുക എന്നുള്ളതാണ്. തുടർന്ന് വരിക ബിത്തബആയിട്ട്, ബിദ്ദാത്തിയല്ല. അതിനിപ്പോ ഉദാഹരണം വെച്ചാൽ ത്വഹാറത്തി, ശുദ്ധി വരുത്തുക എന്നുള്ളത്. ഈ ശുദ്ധി എന്തിനുള്ളതായ ഷർത്താക്കിയ ഇഷ്തിറാത്തി നീയത്തി, നീയത്ത് ഷർത്താക്കലിന് ത്വഹാറത്ത് പോലെ. അപ്പൊ നീയത്തിന് ഷർത്താണ് ത്വഹാറത്ത്. ഇന്ന കാരണം ഈ ത്വഹാറത്ത് ഇന്നമാ തുനാസിബുഹു, ഇന്നമാ തുനാസിബുഹു നിശ്ചയമായിട്ടും ഈ ത്വഹാറത്ത് ഷറത്തിനോട് യോജിക്കുന്നുണ്ട്. ബിവാസിതത്തി അന്ന ഇബാദത്തുൻ, ഷറത്ത് ഒരു ഇബാദത്തല്ല, ത്വഹാറത്ത് ഒരു ഇബാദത്താണ്. ത്വഹാറത്ത് ഇബാദത്താണ് എന്ന മാധ്യമമായി കൊണ്ട് ഷറത്തിനോട് ത്വഹാറത്തിന് എന്തുണ്ട്? ഒരു യോജിപ്പുണ്ട്. ആ നിലപാടിലൂടെ വെച്ചു നോക്കുമ്പോൾ എന്തായി? ബിത്തബ നിലക്കാണ് മുനാസിബുള്ളത്. ബിഖിലാഫിൽ മുനാസിബി ദാത്തി, ദാത്തുമായുള്ള മുനാസിബിനെതിരെ. ഏതുപോലെ കൽ ഇസ്കാരി ലിഹിറമത്തിൽ ഖംർ, കള്ള് ഹറാമാണ്. എന്താ യോജിപ്പോടെ? ഇസ്കാറാണ് ഇല്ലത്ത്. ഈ ഇസ്കാർ എന്നുള്ളത് തന്നെ ഹിറമത്തുൽ ഖംറിന് ദാത്തിയായ മുനാസിബാണ്. അതല്ല അവിടെ ത്വഹാറത്ത് നീയത്ത് സർത്താവിന് ത്വഹാറത്ത് വരുമ്പോ ത്വഹാറത്ത് അതൊരു ഇബാദത്ത് മാധ്യമമായിക്കൊണ്ടാണ് ഷറത്തിനോടുള്ള യോജിപ്പ് വരുന്നത്. അപ്പൊ വിത്തബായി നീയത്താണ് ദാത്തി. അപ്പൊ ആ നീയത്തിന് ഷർത്തായിട്ട് നിൽക്കുകയാണ് ത്വഹാറത്ത്. ഇങ്ങനെ വരാം. ഇതാണ് ഖാദിർ പറയും വലാ യുഷാറു ഇലൈഹി, എങ്കിൽ അതിനെ ഖിയാസാക്കലിലേക്ക് പോകുമോ? അതില്ലതാനും ഖിയാസിലേക്ക് അനാക്കപ്പെടുകയില്ല. ആ രൂപത്തിലുള്ള ബിത്തബാ നിലക്കുള്ള മുനാസിബാണ് ഷബഹ്. എന്തോടൊപ്പം തന്നെ മായുംഖാന ഖിയാസിൽ ഇല്ലത്തി അൽ മുസ്തമിലി അൽ മുനാസിബി ദാത്തി, ബിദ്ദാത്ത് കൊണ്ടൊരു ബന്ധം ഇവിടെ ഉണ്ട്. ആ മുനാസിബിന്റെ മേൽ ചുറ്റി നിൽക്കുന്നതായ ഒരു ഇല്ലത്ത, അത്തരം ഒരു ഇല്ലത്ത് ഇവിടെ ഖിയാസാക്കാൻ പറ്റുമേ. അതോടൊപ്പം തന്നെ അതിലേക്ക് ഖിയാസാക്കുക എന്നുള്ള പരിപാടി ഇല്ല ഇജ്മാ എന്ന നിലക്ക്. ഇതാണ് ഷബഹ് എന്ന് പറയുന്നത്. ഫഇൻദഅദനത്തിൽ ഇല്ലത്തു, അപ്പൊ ഇല്ലത്ത് ബുദ്ധിമുട്ടായാലോ? ബിതഅദ്ദുൽ മുനാസിബി ദാത്തി, ദാത്ത് കൊണ്ടുള്ള മുനാസിബില്ല. ആ നിലപാട് വെക്കുമ്പോ ഇല്ലത്തും ബുദ്ധിമുട്ടായി വന്നു. അതെങ്ങനെ? അല്ലം യൂജദ് ഗൈറു ഖിയാസ് ഷബഹി, ഇവിടെ ആകെ കിട്ടുക ഷബഹിന്റെ ഖിയാസ് അല്ലാതെ മറ്റൊരു ഖിയാസ് ഇവിടെ കിട്ടുകയില്ല. അങ്ങനെ വരുമ്പോഴുള്ള ഇല്ലത്ത് ആദറായി വരിക. അപ്പൊ ഷബഹ നിൽക്കേ ഖിയാസ് കിട്ടുള്ളൂ, ദാത്ത നിൽക്കേ ഇല്ല. ഇങ്ങനെ വരികയാണ് എങ്കിൽ അവിടെ എന്താ? അഭിപ്രായം പലതുമുണ്ട്. ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുവ ഷബഹ നിൽക്കുള്ള ഖിയാസ് എടുക്കുകയാണെങ്കിൽ ഹുജ്ജത്തുൻ, അത് ഹുജ്ജത്താണല്ലോ.
നദറൻ ലിശിബിഹി ബിൽ മുനാസിബി, ഹുക്മിനോട് ഇതിനൊരു ബന്ധമുണ്ടല്ലോ, ആ മുനാസിബും അതിന് യോജിപ്പുണ്ടല്ലോ, ആ നിലപാട് വെച്ചു നോക്കുമ്പോൾ ഷബഹ എന്താവും? ഹുജ്ജത്താണ്. ഖല അബൂബക്കർ സൈറഹി വ അബൂ ഇസ്ഹാഖ് സിറാസി, ഇവർ രണ്ടുപേരും പറയുന്നത് ഹുജ്ജത്തല്ല, മർദൂദാണ്, തട്ടപ്പെടേണ്ടതാണ് ഷബഹ നിൽക്കുള്ള ഖിയാസ്. നദറൻ ലിശിബിബി തുർദി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തുടർത്തിക്കൊണ്ടുവരലിനോട് എന്താണ്? ഇത് യോജിപ്പുണ്ട്. ആ നിലപാട് വെക്കുമ്പോൾ പിന്നെ അത് ഒഴിവാക്കലാണ് എന്നുള്ളതാണ് ഈ രണ്ട് ഇമാമുടെ അഭിപ്രായം. ആവട്ടെ ഇലാഹു, ഇമാം ഷാഫി തങ്ങൾ ഹുജ്ജത്താന്നല്ലേ പറഞ്ഞത്. അപ്പോ നമുക്കിവിടെ എന്ത് വെക്കാം? ഷബഹ്, ഈ പറയുന്ന ഷബഹ് ഹുജ്ജത്താണ്. അപ്പോ അത് ഹുജ്ജത്താണ് എന്ന അഭിപ്രായ പ്രകാരം വെച്ചാൽ ഈ ഷബഹിൽ ഏറ്റവും മുന്തിയത് ഏതാ? ഖിയാസു വലബത്തിൽ അശ്ബാഹി ബിൽ ഹുക്മി വസിഫത്തി, സിഫത്ത് ഹുക്ം ഇവ രണ്ടിലും തുല്യമായി നിൽക്കുന്നത്, അധികരിച്ചു നിൽക്കുന്ന ഏതാണോ ആ ഖിയാസ് അവിടെ അംഗീകരിക്കുക. അപ്പൊ ഹുക്മിലും സിഫത്തിലും തുല്യമാവൽ കൂടുതലായി വന്ന് എവിടെയാണെങ്കിൽ ആ ഖിയാസ് പിടിക്കും. ഓഹുവ, അത് ഇൽഹാഖു ഫറഇൻ മുറദ്ദദിൻ ബൈന അസ്ലൈനി, രണ്ട് അസിലുണ്ട് ഇവിടെ. ഈ രണ്ട് അസിലിന്റെ ഇടയിൽ ഇടയാട്ടമായി നിൽക്കുന്ന ഒരു ഫറ ഉണ്ട്. ആ ഫറഇനെ ചേർക്കുക ബി അഹദിഹിമ, ഈ രണ്ട് അസിൽ ഒന്നിനോട് ചേർക്കുക. എങ്ങനത്തെ ഒന്ന്? അൽ ഗാലിബി ഷിബ്ഹു ബിഹി, ഇതിന് ഈ ഫറഇന് ആ രണ്ടിൽ ഒന്നിനോടാണ് കൂടുതൽ എന്താണ്? തുല്യതയുള്ളത്, യോജിപ്പുള്ളത്. എന്ത് വിഷയത്തിൽ? ഫിൽ ഹുക്മി, ഹുക്മില്, വസിഫത്തി, ഇല്ലത്തിലും കൂടുതൽ യോജിപ്പ് ഈ രണ്ടിൽ ഒന്നിനോടാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഫറഇന് അതിനെ ചേർക്കുക. അലാ സിബി ബിൽ ആഖിരി ഫീഹിമ, ഹുക്മിലും സിഫത്തിലും നോക്കുമ്പോൾ മറ്റേ അസ്ലിനോട് യോജിക്കുന്നതിനേക്കാൾ യോജിപ്പ് ഈ അസ്ലിനോടാണ്. ഇങ്ങനെ വരുമ്പോൾ കൂടുതൽ എവിടെ നിൽക്കുന്നുവോ അതാണ് ഖിയാസാക്കി എടുക്കുക. അതാണ് ഖിയാസ് വലബത്തിൽ അശ്ബാഹി ഫിൽ ഹുക്മി വസിഫത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മിസാലുഹു, അതിന്റെ ഉദാഹരണം, ഇൽഹാഖുൽ അബ്ദി, ഒരടിമ, ആ അടിമയെ ചേർക്കുക എന്തിനോട്? ബിൽ മാലി, സമ്പത്തിനോട് ചേർക്കുക. എന്ത് വിഷയത്തിൽ? ഫി ഈജാബിൽ ഖീമത്തി, വില നിർബന്ധമാക്കുന്ന കാര്യത്തിൽ. എന്തിനു പകരം? ബി ഖത്ലിഹി, ആ അടിമയെ കൊന്നു, കൊന്നതിന് പകരമായി അവിടെ കിട്ടേണ്ടത് വിലയാണ്, അടിമക്കുള്ള വില. അപ്പൊ അടിമയെ ചേർത്ത് എന്തിനോടാണ്? മാലിനോടാണ്. അങ്ങനെ ചേർക്കുമ്പോൾ അവിടെ എന്താണ്? ഇപ്പോ വലബത്തും ഷബഹ് നോക്കുക, ബാലിഗത്തം മാ ബലഗത്ത്, അത് എത്തിയതായിരിക്കുന്ന ഒന്നിനെ അധികരിച്ചു, അതെത്തിച്ചു. ആ എത്തിച്ചതായ എത്രയാണോ ആ എത്തിച്ചതിന് പകരമായിട്ടാണ് കൊന്നതിന് പകരം വില നിശ്ചയിക്കുന്ന കാര്യത്തിൽ മാലിനോട് അടിമയെ ചേർത്തത്. കാരണം ലി അന്ന ഷിബ്ഹു, അടിമയെ ബിൽ മാലി, മുതലിനോട് യോജിപ്പിക്കുക, തുല്യമാക്കുക എന്നുള്ളത്. അടിമയുടെ ഷിബ്ഹ് എടുക്കാൻ നിൽക്കുന്നത് മാലിനോടാണ്. ഫിൽ ഹുക്മി, ഹുക്മില്, വസിഫത്തി, ഇല്ലത്തിലും, മാലിയാവുക എന്ന കാര്യത്തിലും അതിന് വില വേണം എന്നൊരു വിധിയിലും, ഈ രണ്ടിലും മാലിനോട് അബ്ദിനുള്ള തുല്യത അക്സറു, അത് ഏറ്റവും അധികമാണല്ലോ. മിൻ ഷിബ്ഹിഹി, ഈ അടിമയുടെ തുല്യതയേക്കാൾ ബിൽ ഹുർരി ഫീഹിമ, ഹുക്മിലും സിഫത്തിലും ഒരു സ്വതന്ത്രനോട് അടിമയെ തുല്യമാക്കുന്നതിനേക്കാൾ അക്സർ മാലിനോട് തുല്യമാക്കലാകുന്നു എന്നുള്ളതാണ്. അതൊന്നും കൂടി നമുക്കൊന്ന് വിശദീകരിക്കാം. ഇവിടെ അടിമ എന്ന് പറയുന്നത് ഫർ ആണ്. ഈ ഫർ രണ്ട് അസിലുണ്ട് ഇവിടെ. ഏതാ? അത് രണ്ടിന്റെയും ഇടയിൽ ഇടയാട്ടമായി നിൽക്കുന്ന രണ്ട് അസിലുണ്ട് ഇവിടെ. അതിനുള്ള ഫർ ആണ് ഇത്. കാരണം ലി മുഷാബഹത്തി കുല്ലി മിൻഹുമ, രണ്ടിന്റെയും അസിൽ ഒന്ന് മാല്, ഒന്ന് ഹുറ. ഇത് രണ്ടും അസിലാണ്. മാലിലേക്കും ഹുറിലേക്കും ഇടയാട്ടമായി നിൽക്കുന്ന ഫർ ആണ് അബ്ദ്. അപ്പോ അടിമയെ എന്ത് കാണിച്ചു? മാലിനോട് തുല്യപ്പെടുത്തി. എന്ത് വിഷയത്തിൽ? ഖീമത്തിൽ ഏറ്റ വ്യത്യാസമാവുക, അടിമയുടെ വിശേഷണങ്ങൾ ഏറ്റ വ്യത്യാസമാകുമ്പോൾ അതിനനുസരിച്ച് ഖീമത്തിലും എന്താവും? ഏറ്റ വ്യത്യാസമായി വരുമല്ലോ. അത് മുന്തിയതാവുക, താന്നതാവുക എന്ന അടിസ്ഥാനത്തിൽ ആ രൂപത്തിൽ വരുമ്പോ വസ്ഫിൽ മാലിനോട് തുല്യമാക്കി. അത് സമ്പത്തിലും അങ്ങനെ തന്നെയാണ്. വിധിയിലെന്താണ്? വെറുതെ കൊടുക്കുക, വിൽക്കുക, ഇതാണ് വിധിയുള്ളത്. ഇത് രണ്ടിലും വസ്ഫിലും മാലിനോടാണ് അടിമയ്ക്കുള്ള തുല്യത. ഉദാഹരണമായി പറഞ്ഞതാ,
ഇനി അടിമയെ നമുക്ക് സ്വതന്ത്രനോട് തുല്യമാക്കിയാൽ എന്താ? അതൊരു അസലാണല്ലോ. അവിടേക്കുള്ള ശിബ് വെച്ചാല് ആ വസ്ഫില് എന്താ വസ്ഫ്? മനുഷ്യരായിരിക്കുക എന്നുള്ളത്. വിധി എന്താ? നിസ്കാരം അതല്ലാത്ത കാലമൊക്കെ നിർബന്ധമാവുക എന്നുള്ളതാണ്. ഈ വസ്ഫ് തുല്യമാക്കുമ്പോൾ അതിലേറെ ഏറ്റവും ശിബുകളുള്ളത് മാലായിരിക്കലല്ലേ എന്നാണ്. അതുകൊണ്ടാണ് അവിടെ അടിമയെ കൊന്നാൽ അതിന് പകരം എന്തു ചെയ്യണം? മാലിനോട് കിയാസാക്കിയിട്ട് ആ അടിമക്കുള്ള വില അത് നിശ്ചയിക്കും. ഇങ്ങനെ ഒരു ഷിബിഹിന്റെ പരിപാടി. ഇതാണ് ഷിബുൽ ഖിയാസ്, സബുൽ ഖിയാസ് എന്ന് പറയുന്നത്. ഈ സബുൽ ഖിയാസ് 2 അസിന്റെ അടിയിൽ 1 അസിലിനോട് കൂടുതൽ വന്നു. അപ്പോ 2 അസില്, 1 മാല് 1 ഹുറ്. അത് ഹുറിനേക്കാൾ തുല്യതയേക്കാൾ കൂടുതലും കിസറ് മാലിനോടായപ്പോൾ അടിമയെ മാലിനോട് ചേർത്തിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനത്തെ ഖിയാസാണ് ഇത്. സബുൽ ഖിയാസ് എന്ന് പറയാം. അതാണ് ഇവിടെ ഇപ്പൊ നമ്മൾ നടത്തിയ ഖിയാസിന്റെ ഉദാഹരണം. ഇനി സുമ്മൽ ഖിയാസ് സുവരിയും ഇനി രൂപത്തിൽ ഖിയാസാക്കുന്നുണ്ട്. അതേതുപോലെ ഖിയാസിൽ ഖൈലി, കുതിരയെ ഖിയാസാക്കുക. അൽ ബിഗായി വൽ ഹമീരി, കൈത ഓവർ കൈത, ഇവരുടെ മേലിൽ ഖൈലിനെ ഖിയാസാക്കി. എന്ത് വിഷയത്തില്? അദമി വുജൂബി സക്കാത്തി, സക്കാത്ത് നിർബന്ധമില്ല എന്ന കാര്യത്തിൽ. എന്തുകൊണ്ട് അങ്ങനെ തസ്വീനെ ഖിയാസാക്കണ്? ബിഗാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ കൈത, ഹമീറും കൈത. ഈ കൈതക്കൊന്നും സക്കാത്തില്ല. അതുപോലെ കൈതക്കും സക്കാത്തില്ല എന്ന്. പക്ഷെ കൈതയെ ബിഗാല് ഹമീർ എന്നതിനോട് തസ്വീൻ എന്താക്കി ഖിയാസാക്കിയത്? ലിഷിബിഹി സുവരി ബൈനഹുമാ, ഇത് രണ്ടിന്റെയും ഇടയിൽ കൂടുതൽ തുല്യത കൈതയോടും ഹമീറിനോടുമല്ലേ. അതുകൊണ്ട് സുബരിയായ രൂപത്തിലുള്ള തുല്യത അങ്ങോട്ട് വെച്ചു. അതുകൊണ്ടാണ് അവിടെ കുതിരയെ അതിന്റെ മേൽ ഖിയാസാക്കി പറഞ്ഞത്. അതിന് സുബരിയായ ഖിയാസ് എന്ന് പറയും. ഇമാമുർ റാസിയു, ഇമാം റാസി പറയുന്നത് അൽ മുഅ്തബറു ഫീ ഖിയാസി ശബഹ്, ശബഹിൽ ഖിയാസു ശബഹിൽ പരിഗണിക്കപ്പെടുന്നത് ലിയകൂന സ്വഹീഹൻ, ആ ഖിയാസ് സഹിയാവണമെങ്കിൽ അതാവാൻ വേണ്ടിയിട്ട് പരിഗണിക്കപ്പെടുന്നത് ഹുസൂൽ മുസാബഹത്ത് ബൈന ഷൈഇനി, 2 ഷൈഇന്റെയും ഇടയിലുള്ളത് ഒരു 2 അസിലുണ്ട്. ഈ 2 അസിലിന്റെയും ഇടയിലുള്ളതായ ഒരു മുസാബഹത്ത് ഉണ്ടാവണം. എന്തിന്? ഇല്ലത്തിൽ ഹുക്കുമി, ഹുക്കുമിന് ഇല്ലത്താവണ്ടേ. അപ്പൊ ആ ഹുക്കുമിന്റെ ഇല്ലത്തിനോട് മുസാബഹത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ ആ മുസ്തൽസിമിഹ, അല്ലെങ്കിൽ ഹുക്കുമിന്റെ ഇല്ലത്തിനെ ലാസിമാക്കുന്ന ഒരു മുസാബഹത്ത്. ആ ലാസിമിനോടോ ഇല്ലത്തിനോടോ 2 വസ്തുവിന്റെയും ഇടയിൽ മുസാബഹത്ത് ഉണ്ടെങ്കിലേ ഖിയാസു സബഹ് ശരിയാവുകയുള്ളൂ, അല്ലേ പറ്റൂല എന്നാണ് ഇമാം റാസിയുടെ അഭിപ്രായം. അപ്പൊ ഇബാറത്തുഹു, ഇമാം റാസിയുടെ ഇബാറത്ത് ഫീമ ഒന്നിൽ യുളന്നു കൗനുഹു, ആ ഒന്ന് ആവണം. ഇല്ലത്തൽ ഹുക്കുമി, ഹുക്കുമിന്റെ ഇല്ലത്താവണം. അവ മുസ്തൽസിമൻ ലഹ, അല്ലെങ്കിൽ ആ ഇല്ലത്തിനെ ലാസിമാക്കുന്നത് ആവണം. സവാഅൻ കാന ദാലിക ഫിസ്സൂറത്തി അം ഫിൽ ഹുക്മി, അത് രൂപത്തിലായാലും വേണ്ടില്ല ഹുക്മിലായാലും വേണ്ടില്ല, പക്ഷെ എന്ത് വേണം? ഇല്ലത്താവണം എന്ന ഒരു വിചാരമുണ്ട്. അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. മുമ്പുടെ വാർത്ത അങ്ങനെയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്നത്. അവിടെ ആ വിഷയം കഴിഞ്ഞു. ഇനി അസാബിയോ, 7ാമത്തെ വഴി. മസാലിക്കിൽ ഇല്ലത്തി, ഇല്ലത്തിൽ നിന്ന് 7ാമത്തെ വഴി എന്താ? അദ്ദവറാൻ, റൗണ്ടടിയാണ്, ചുറ്റുക. ബഹുവ ദവറാൻ എന്ന് പറഞ്ഞാൽ ഐ യൂജദൽ ഹുക്മു ഇൻദ വുജൂദി വസ്ഫിൻ വയൻ അദിമ ഇൻദ അദിമിഹി എന്ന. വസ്ഫ് എന്ന് പറയും ഇല്ലത്ത്, ഇല്ലത്തുണ്ടെങ്കിൽ വിധിയുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കാര്യത്തെക്കുറിച്ചാണ് ദവറാൻ എന്ന് പറയുക. അതാണ് ഇപ്പൊ 7ാമത്തൊരു വഴി. സീല അവിടെ പറയപ്പെട്ടിട്ടുണ്ട് ലാ യുഫീദുൽ ഇല്ലിയത അസ്ലൻ, ഒരിക്കലും ഇത് ഇല്ലത്താണ് എന്നതിനെ മനസ്സിലാക്കി തരികയില്ല എന്നൊരു ഖീല. ഖത്അൻ നൽകുല്ല, വന്നൻ നൽകുമില്ല. എന്തുകൊണ്ട്? ലി ജവാസി അൻ യകൂനൽ വസ്ഫു, വസ്ഫ് മുലാസിമൻ ലിൽ ഇല്ലത്തി, ഇല്ലത്തിനെ ലാസിമാക്കുന്നതാവാൻ ജായിസുണ്ട്. ലാ നഫ്സഹ, ഇല്ലത്തിന് നഫ്സിനെയല്ല. ഇല്ലത്തിനെ ലാസിമാക്കുക എന്നല്ലാതെ ഇല്ലത്തിന് നഫ്സിനെന്താക്കുകയില്ല, ലാസിമാക്കിയുള്ള വസ്ഫ്. അതുകൊണ്ടാണ് ഒരിക്കലും നന്നിയോ ഖത്തിയോ ആയിട്ട് ഇത് മനസ്സിലാക്കി തരില്ല എന്ന് ഖീല പറയുന്നത്. ഉദാഹരണം
കറാഹിയത്തിൽ മുസ്കിർ അൽ മഖ്സൂസത്തി മുസ്കിറിന് പ്രത്യേകമായി നിൽക്കുന്ന വാസനയുണ്ടല്ലോ, പ്രത്യേകമായി നിൽക്കുന്ന റാഹിയത്ത് വാസന, ലഹരി പിടിപ്പിക്കുന്നതിന് നിൽക്കുന്നൊരു വാസനയുണ്ട്, അത് പ്രത്യേകമായതാ. ഫൈനഹ അറാഹിയത്ത് ദാഇറത്തുമാഹു, അതാ മുസ്കിനോട് കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് നിൽക്കുകയാണ്. വജൂദൻ മുസ്കിറുണ്ടാകുമ്പോ റാഹിയത്തുണ്ട്, അദമൻ മുസ്കിറില്ലേ റാഹിയത്തുമില്ല. അതെങ്ങനെ ഇപ്പോ അദമാവല് വ്യായസീറ ഖല്ലൻ, കള്ള് സുർക്കയായി, അപ്പൊ കള്ളിന്റെ വാസന പോയി. ഒലൈസ ഇല്ലത്തൻ, ഇത് ഇല്ലത്തല്ലല്ലോ. അപ്പൊ അതാ പറഞ്ഞത് ഇല്ലത്തിനെ ലാസിമാക്കുന്ന വസ്ഫായിനേ ഉള്ളൂ വാസന. എന്തിന്? കള്ള് ഹറാമാണ് ഇസ്കാറുള്ളത് കൊണ്ട്. അപ്പൊ ഇസ്കാർ ഇല്ലത്താവല് കൊണ്ട് വന്നത് എന്തുകൊണ്ടാ? ഹറായത്തിന് വാസന ഉണ്ട്. അങ്ങനെ ഇല്ലത്തിന് നിർബന്ധമാക്കുന്ന വസ്ഫല്ലേ ഉള്ളൂ, അല്ല ഇല്ലത്ത് എന്നല്ല വരുന്നില്ലല്ലോ. ഇതാണോ കീല പറയുന്നത്. വക്കീല വേറൊരു അഭിപ്രായം പറയുന്നു, ഹുവ നിങ്ങൾ ഈ പറഞ്ഞ ദവറാനുണ്ടല്ലോ അത് ഖത്ഈ തന്നെയാണ്. എന്ത് വിഷയത്തില്? ഫീ ഇഫാദത്തിൽ ഇല്ലിയത്തായിരിക്കുക എന്ന് മനസ്സിലാക്കിയത് ഖത്ഈയ. വകഅന്ന ഖായില ദാലിക ഖാലഹു ഇൻദ മുനാസബത്തിൽ വസ്ഫി കൽ ഇസ്കാരി ലിഹിർമത്തിൽ ഖംരി. വകഅന്ന ഖായില ദാലിക, ആ പറഞ്ഞ വാക്ക് നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ, ആ പറഞ്ഞ ആള് ഖാലഹു അതിനെ മുപ്പര് പറഞ്ഞത് എന്റെ മുനാസബത്തിൽ വസ്ഫി യോജിക്കുന്ന അവസരത്തിലുള്ളൊരു വാക്കായിട്ട് ഇവർ പറഞ്ഞതാ. ഏതുപോലെക്കൽ ഇസ്കാരി ഹിർമത്തുൽ ഖംരി, കള്ള് ഹറാമാക്കലിന് ഇസ്കാർ എന്ന് പറയുമ്പോ ഹിർമത്തുൽ ഖംറിനോട് മുനാസിബാണല്ലോ, ആ മുനാസബത്ത്. അപ്പൊ ഇവിടെ വസ്ഫ് മുനാസബത്തായി. ആ സമയത്ത് ഉണ്ടാകുമ്പോൾ എന്താണോ അങ്ങനെ റാഹിയത്ത്, അപ്പൊ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ വൽ മുഖ്താറോ എന്നാൽ ബലപ്പെട്ട അഭിപ്രായത്തിൽ നമുക്ക് എന്ത് പറയാം? വിഫാഖലിൽ അഖ്സറിനോട് യോജിച്ചുകൊണ്ട് ബലപ്പെട്ട അഭിപ്രായം പറയട്ടെ. അന്നഹോ ദവറാൻ എന്നുള്ളത് ഖത്ഈയായ ഹുജ്ജത്തല്ല, വന്നിയാണ്. ലാ ഖത്ഈയുൻ, അത് ഖത്ഈയേ അല്ല. എന്തുകൊണ്ട്? ഖിയാമിൽ ഇഹ്തിമാൽ സാബിഖി, മുമ്പ് പറഞ്ഞ ഇഹ്തിമാൽ ഇവിടെ വരാനുണ്ട്. ആ ഇഹ്തിമാൽ ഉണ്ടായത് കൊണ്ടാണ് അത് ഖത്ഈ അല്ല എന്ന് പറയുന്നത്. കാരണം എന്താണ്? രണ്ട് തൊറുഫിൽ ഒന്ന് ഇഹ്തിമാലാണ്. അങ്ങനെ വരുമ്പോ ഖത്അ അല്ല, മറ്റേ തൊറുഫ് വന്നു അല്ല എന്ന് മുമ്പ് പറഞ്ഞൊരു ഇഹ്തിമാൽ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ആ ഇഹ്തിമാൽ എന്നതുകൊണ്ടാണ് ഖത്ഈ അല്ല വന്നി എന്ന് പറയാൻ കാരണം. വലാ യൽസമുൽ മുസ്തദില്ല ബിഹി, ഇനി ദവറാൻ കൊണ്ട് ലക്ഷ്യം സമർത്ഥിക്കുവാൻ വരുന്ന ആൾക്ക് നിർബന്ധമില്ല. ബയാനു നഫിയിൻ ഐ ഇന്തിഫാഇ മാ ഹുവ ഔലാ മിൻഹു, ഒന്നിനെ നഫി ചെയ്യൽ, ഒന്നിനെ ഇല്ലാതെയാക്കലിനെ ബയാൻ ചെയ്യുക. ആ ഒന്ന് മൂപ്പര് കൊണ്ടുവന്ന ഇല്ലത്തിനേക്കാൾ മുന്തിയതല്ല എന്ന് ബയാൻ ചെയ്യൽ ദവറാൻ കൊണ്ട് ഇല്ലത്താക്കുന്ന ലക്ഷ്യം പിടിക്കുന്ന ആൾക്ക് നിർബന്ധമില്ല. എന്തുകൊണ്ട്? ബിഇഫാദിൽ ഇല്ലിയത്തിനെ മനസ്സിലാക്കി തരാൻ ഞാൻ കൊണ്ടുവന്നതിനേക്കാൾ മുന്തിയമായ ഒരു ഇല്ലത്തില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെന്ത് മതി? ബൽ യസിഹുൽ ഇസ്തിദ്ലാലു ബിഹി, അതുകൊണ്ട് മുസ്തദില്ലിന് ലക്ഷ്യം പിടിക്കാൻ പറ്റും. മാ ഇംകാൻ ഇസ്തിദ്ലാലി ബിമാ ഹുവ ഔലാ മിൻഹു, ഇവൻ കൊണ്ടുവന്ന അതിനേക്കാൾ മുന്തിയതുകൊണ്ട് ഇവിടെ ഇസ്തിദ്ലാല് സൗകര്യമുണ്ടായിരിക്കെ ദവറാൻ കൊണ്ട് ഇസ്തിദ്ലാല് നടത്താം. ബിഖിലാഫി മാ തഖദ്ദമ ഫിശ്ശബഹി, ഷബഹിൽ മുമ്പ് പറഞ്ഞതിനെതിരെ. എന്താ ഷബഹിൽ പറഞ്ഞത്? ഷബഹ് കൊണ്ട് ഇസ്തിദ്ലാല് പറ്റൂല. ഇല്ലത്ത് ഖിയാസിയായ ഇല്ലത്തിന് കഴിയുന്നതോടൊപ്പം തന്നെ ഷബഹ് കൊണ്ട് ഇസ്തിദ്ലാൽ പറ്റൂല എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇവിടെ എതിരെന്ന് പറയാൻ കാരണം. അപ്പൊ അങ്ങനെ കഴിഞ്ഞു. അപ്പൊ ഇവൻ കൊണ്ടുവരുന്ന ആ ലക്ഷ്യത്തോടൊപ്പം ഇതിനേക്കാൾ മുന്തിയതായ ഒന്ന് ഇല്ല എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനേക്കാൾ മുന്തിയത് കൊണ്ടുവരാൻ പറ്റുന്നതോടൊപ്പം തന്നെ മുസ്തദില്ലിന് ദവറാൻ കൊണ്ട് ഇല്ലത്ത് കൊണ്ടുവരാം, ദലീലാക്കി കൊണ്ടുവരാം. ഇനിയിപ്പോ ഇന്നബദൽ മുഅ്തരിദു വസ്ഫൻ ആഖറ, അപ്പോ മുസ്തദില് ദവറാന്റെ തെളിവാക്കി കൊണ്ടുവന്നു. അതിനെ നേരെ എതിർത്തുകൊണ്ട്
മുഅ്തരിദ് എന്ത് കാണിച്ചു? വേറൊരു വസ്ഫ്, ഈ മുദാറല്ലാത്ത വേറെന്തോരു വസ്ഫ് കൊണ്ടുവന്നു. ഇങ്ങനെ കൊണ്ടുവന്ന് വെളിവാക്കിയാൽ എന്താണ് ന്യായം? തറജ്ജഹ ജാനിബുൽ മുസ്തദില്ലി, എന്നാൽ മുസ്തദില്ല് കൊണ്ടുവന്ന ആ തെളിവിന്റെ ഭാഗം റാജി ആക്കണം. ബിത്തഅദിയത്തി ലിവസ്ഫിഹി, അല്ല ജാനിബുൽ മുഅ്തരിദി, മുഅ്തരിദിന്റെ കൊണ്ടുവന്ന ആ വസ്ഫിന്റെ ജാനിബിനേക്കാൾ റാജിയായിട്ട് നിൽക്കണം ഇവിടെ മുസ്തദില്ല് കൊണ്ടു. അതെങ്ങനെ? അവന്റെ വസ്ഫിലേക്ക് ഇത് വിട്ടുകിടക്കുന്നു എന്നതുകൊണ്ടായിരിക്കണം. ഹൈസു യകൂനു വസ്ഫു ഖാസിറ, മുഅ്തരിദ് കൊണ്ടുവന്ന ആ വസ്ഫ് മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കണില്ല. ആ രൂപത്തിലാകുമ്പോൾ മുസ്തദില്ല് കൊണ്ടുവന്ന വസ്ഫ് വിട്ടുകിടക്കും വേണം മറ്റൊന്നിലേക്ക്. ആ രൂപത്തിൽ അപ്പൊ ഖാസിർ, അതായത് മുഅ്തരിദ് കൊണ്ടുവന്ന വസ്ഫിലേക്ക് മുസ്തദില്ല് കൊണ്ടുവന്ന വസ്ഫ് വിട്ടുകിടക്കാൻ കഴിയും. അതേ സമയത്ത് മുഅ്തരിദ് കൊണ്ടുവന്ന വസ്ഫാണെങ്കിലോ വിട്ടുകിടക്കുകയുമില്ല. ഈ രൂപത്തിൽ വരികയാണ് എങ്കിൽ റാജിയാവണം. അതിനിപ്പോ ഒരു മിസാലായി നമുക്ക് എടുക്കാം. ഉദാഹരണമായി പറയാം. ലക്ഷ്യം പറയുന്ന ആള് പറഞ്ഞു, എന്താ ലക്ഷ്യം സമർത്ഥിക്കുന്നത്? സ്വർണത്തിൽ പലിശ ഹറാമാണ്. അതിന് മുസ്തദില്ല് കൊണ്ടുവരുന്ന ഇല്ലത്തെന്താ? നഖദിയത്തായിരിക്കുക എന്നുള്ളതാണ്. അതിനെ വിമർശിക്കുന്ന ആള്, എതിർക്കുന്ന ആള് പറയുന്നു പലിശ ഹറാം തന്നെയാണ്, പക്ഷെ നിങ്ങൾ കൊണ്ടുവന്ന നഖദിയത്താണ്, അതല്ല അതിന്റെ കാരണം, ദഹബിയത്ത് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു. അപ്പോ മുസ്തദില്ല് വെളിവാക്കി കൊണ്ടുവന്ന നഖദിയത്തും മുഅ്തരിദ് കൊണ്ടുവന്ന ദഹബിയത്തും ഇത് രണ്ടും നോക്കുമ്പോ അതിനനുസരിച്ച് എന്തുണ്ട്? ദഹബിയത്താണെങ്കിൽ ഡിബിയത്തുണ്ട്, ദഹബിയത്ത് ഇല്ലേ? ഡിബിയത്ത് ഇല്ല. അതേസമയത്ത് നഖദിയത്താണോ? റിബയുണ്ട്, ദഹബിയത്ത് ഇല്ലേ? റിബയില്ല. ഇങ്ങനെ ദൗറാനായി നിൽക്കുകയാണ് ഹുക്കം. ഇങ്ങനെ വരുമ്പോ എങ്കിലും ഇവിടെ ഇപ്പൊ എന്താ വേണ്ടത്? മുസ്തദില്ലിനെ എതിർത്തും കൊണ്ട് ദഹബിയത്താവുക എന്ന ഇല്ലത്തുമായി വന്ന മുഅ്തരിദ്, അത് വാസ്തവത്തിൽ ആ ഹുക്കം അവിടെ തന്നെ നിൽക്കുകയാണ്. ഹറാമാണ്. എന്ത്? പലിശ ഉണ്ട്, അത് ഹറാമാണ്, ദഹബിയത്ത് എന്ന നിലപാടിൽ. ഇനി അവിടെ മറ്റൊന്നിലേക്ക് പോകുന്നില്ല. അപ്പൊ അത് വിട്ടുകിടക്കുകയില്ല. അതേസമയത്ത് മുസ്തദില്ല് കൊണ്ടുവന്ന ഇല്ലത്ത് നഖദിയത്താ, അതെവിടേക്ക് വിട്ടുകിടക്കുന്നുണ്ട്? അത് അതിന്റെ നഖദിയത്തായിട്ട് വരാൻ പറ്റുന്നതിലേക്കോ പോകാം, വെള്ളിയിലേക്കും പോകും. ഇങ്ങനെയാണ്. ഈ വരുമ്പോൾ മുസ്തദില്ല് കൊണ്ടുവന്ന ആ ഇല്ലത്ത് റാജിയായി. അവ മുസ്തദില്ലിന്റെ തെളിവ് അംഗീകരിക്കും. മുഅ്തരിദിന്റെ തെളിവ് ഇവിടെ പോയി. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി വഇൻകാന വസ്ഫുൽ മുഅ്തരിദി, ഇവിടെ മുഅ്തരിദ് കൊണ്ടുവന്ന വസ്ഫു താദിയത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി അങ്ങനെ താദിയത്ത് ഉണ്ടായാലാണ്. വഇൻകാന വസ്ഫുൽ മുഅ്തരിദി, ഇനി മുസ്തദില്ലിനെ എതിർത്തും കൊണ്ട് മുഅ്തരിദ് കൊണ്ടുവന്ന വസ്ഫ് ആയാൽ മുതഅദ്ദിയൻ ഇലൽ ഫർഇ അൽ മുതനാസിഇ ഫീഹി, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു ഫർ ഇവിടെ ഉണ്ട്. ആ ഫർഇലേക്ക് മുഅ്തരിദ് കൊണ്ടുവന്ന വസ്ഫ് ഇവിടെ വിട്ടുകിടക്കുകയാണെങ്കിലോ എന്നാ പിന്നെ ളറ ഇബ്ദാഉഹു, എന്നാ ഇനി മുഅ്തരിദ് അതിനെ വെളിവാക്കൽ ബുദ്ധിമുട്ടാണ്. എന്താ മാനിൽ ഇല്ലത്തൈനി, രണ്ട് ഇല്ലത്തും തമ്മിൽ വിലങ്ങുന്ന സമയത്ത്, മാനിയാവുന്ന സമയത്ത് പറ്റില്ല. ദൂന മുജവ്വിസിഹിമ, ആ രണ്ട് ഇല്ലത്തിനും ജായിസാക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ജായിസാക്കാത്ത രൂപത്തിൽ അവിടെ മാനിയാണ് രണ്ട് ഇല്ലത്തും. ആ രൂപത്തിലാണെങ്കിൽ മുഅ്തരിദ് വേണ്ട, കൊണ്ടുവരേണ്ടതില്ല. ഉദാഹരണം, മുസ്തദില്ല് പറയുന്നു ആപ്പിളിൽ പലിശ ഉണ്ട്, അത് ഹറാമാണ്. അതിന് മുസ്തദില്ല് വെച്ചത് എന്താ തെളിവ്? ആപ്പിൾ പലിശ വരാൻ അത് തുഅമാണ്, ഭക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആ തുഫാഹുമേലേക്ക് ഖിയാസാക്കിയിട്ട് പറഞ്ഞു ജവസ്, തേങ്ങ ആവട്ടെ ബദമാവട്ടെ, അതെന്താണ്? ഹറാമാണ്, അതിൽ പലിശയുണ്ട് എന്ന് പറഞ്ഞു. ഇതിനെ എതിർത്തു മുഅ്തരിദ്, അല്ല തുഫായിൽ മുസ്തദിലിനോട് പറയാ തുഫായിൽ തുഅമല്ലേ വെച്ചത്, ആ കാരണം കൊണ്ട് റിബണ്ടെന്നല്ലേ പറഞ്ഞത് ഹറാമാണ്, എന്നിട്ട് ജൗസിനെ ഖിയാസാക്കിയത് ശരിയല്ല. ഞാൻ പറയുന്നു തുഫാഹിലുള്ള പലിശ വരാനുള്ള കാരണം അതിന് തൂക്കമാണ്. തൂക്കുക എന്നുള്ളത് തുഫാഹിലുണ്ടല്ലോ, അതാ എന്റെ ഇല്ലത്ത്. അങ്ങനെ വരുമ്പോൾ തുഫാഹിനോട് ഞാൻ ഖിയാസാക്കി ജൗസിനെ തൂക്കുക എന്ന കാര്യത്തിൽ നിന്നാണ്. അപ്പൊ തൂക്കത്തിൽ നിന്നാണ്. ഇങ്ങനെ രണ്ട് വിധത്തിൽ മുഅ്തരിദിന്റെ ഇല്ലത്ത് തുഫായിൽ വസനാണെങ്കിൽ മുസ്തദിലിന്റെ ഇല്ലത്ത് തുഫായിൽ തുഅമാണ്.
അങ്ങനെ രണ്ടാളും ഖിയാസാക്കി രണ്ട് ഇല്ലത്തും വൈരുദ്ധ്യങ്ങളായി. അപ്പോ മുസ്തദില്ല് മുഅ്തരിദ് ഇവർ രണ്ടുപേരും കൊണ്ടുവന്ന ഇല്ലത്തിൽ എല്ലാവർക്കും എന്താണെന്നറിയാമോ, മുത്തനാസിയായ സംഗതി ഏതാ? ഇപ്പൊ ഫർഇ ജൗസാണ്. ആ ജൗസിലേക്ക് അത് വിട്ട് കടക്കുന്നുമുണ്ട് ദാനം. ഇങ്ങനെ വന്നാൽ ഇനി എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ തെർജീഹിനെ തേടപ്പെടണം എന്നുള്ളതാണല്ലോ. ആര് തെർജീഹിനെ? മുഅ്തരിദിന്റെ ഇല്ലത്തിനേക്കാൾ മുസ്തദിലിന്റെ ഇല്ലത്തിനെ തെർജീഹാക്കി തേടണം എന്നുള്ളതാണ്. അത് തേടിയപ്പോൾ എന്തായി? മുസ്തദിൽ അശക്തനായി, കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇങ്ങനെ വരികയാണ് എങ്കിൽ ഇപ്പൊ വിഷയം അടുത്ത് തീർന്നു. അപ്പൊ പിന്നെ മുസ്തനി പറഞ്ഞ എന്താ? വെളിവാക്കൽ ബുദ്ധിമുട്ടാന്ന് മുസ്തനി പറഞ്ഞല്ലോ. അതോട് ഉദ്ദേശിക്കുന്നത് മുഅ്തരിദ് ആ വസ്തു അങ്ങ് വെളിവാക്കിയതോടുകൂടി, അഥവാ ഇവർ രണ്ടുപേരും തർക്കിക്കുന്നതായ ഒരു ഫർഇലേക്ക് മുഅ്തരിദ് കൊണ്ടുവന്ന വസ്തു വിട്ടുകിടക്കുന്നു എന്ന ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മുസ്തദില് മുറിഞ്ഞുപോയി എന്നതാണോ? അല്ല. പിന്നെന്താണ് ബുദ്ധിമുട്ടൊരു ഉദ്ദേശം? മുസ്തദില് ആ സമയത്ത് തന്റെ വസ്തു രാജിയാക്കലിലേക്ക് ആവശ്യമായി വരുന്നു. അങ്ങനെ ആവശ്യമായി വരുന്ന സമയത്ത് അതിനെ തെർജിയാക്കാൻ മുസ്തദില് കഴിഞ്ഞില്ല. അപ്പോൾ എന്താകും? മുസ്തദില് അവിടെ ബുദ്ധിമുട്ടിലാവുമല്ലോ. ആ ബുദ്ധിമുട്ടാണ് ഇവിടെ പറഞ്ഞ വെളിവാക്കൽ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത്. ഇനി അങ്ങനെയല്ല, ഔ ഇലാ ഫറഇൻ ആഖറ, ഇവർ രണ്ടുപേരും തർക്കിക്കുന്നതായ ഫറ അല്ല, നമ്മൾ പറഞ്ഞ ജൗസ് അല്ല, വേറെ ഫറയിലേക്കാണ് മുഅ്തരിദ് കൊണ്ടുവന്ന വസ്തു വിട്ട് കിടക്കുന്നത് എങ്കിൽ എന്നാ പിന്നെ തുലിബത്ത് തർജീഹു, എന്നാ പിന്നെ റാജിയാക്കലിനെ തേടപ്പെടുന്നതാണ്. കൊണ്ടുവരാൻ പറയും റാജിയാക്കാൻ. മിൻ ഖാരിജിൻ, അവൻ ഖാരിജിൽ നിന്ന് മറ്റെന്തെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ എന്താക്കണം? സംഗതി റാജിയാക്കണം. ഉദാഹരണം, ലക്ഷ്യം സ്ഥാപിക്കുന്ന ആള് പറയുന്നു ഹറാമാണ് ബുർറില് പലിശ, അത് ഭക്ഷണ സാധനമായി ഉപയോഗിക്കുന്നതല്ലേ എന്നാണ്. രണ്ട് കാരണമുണ്ട്. സൂക്ഷിക്കുന്നതുമാണ് തൊലിയിലായിട്ട്, ഭക്ഷണമായി ഇതിന് ഉപയോഗിക്കുന്നു ബുറിനെ. അപ്പൊ ആ കാരണം വെച്ച് നോക്കുമ്പോ ബുറിൽ റിബ ഹറാമാണെന്ന് മുസ്തദില്. അങ്ങനെ വന്നപ്പോൾ ആ ബുറിന്മേൽ മുസ്തദില് ഖിയാസാക്കുന്നു ഷഈറിന്റെ ബാർലിയെ. ആ ഖിയാസ് മേൽ അഞ്ച് തർക്കം ഷഈറിമേ. അപ്പോ ഷഈർ മുഅ്തരിദ് എന്ത് കാണിക്കോടെ? ബുറ് എന്ന് പറയുന്നതിൽ ഹറാമാണ്, അതില് പലിശ ഹറാമാണല്ലോ, അതിന്റെ ഇല്ലത്ത് തൊഴമാണെന്ന് മുഅ്തരിദ് പറയുന്നു. എന്നിട്ട് മുഅ്തരിദ് എന്താക്കുന്നു? ആ വിഷയത്തിൽ തുഫാഹിനെ, അപ്പൊ മുഅ്തരിദ് കൊണ്ടുവന്ന ഇല്ലത്ത് തുഫായിലേക്കാണ് പോകുന്നത്. അതേ സമയത്ത് മുസ്തദില് കൊണ്ടുവന്നത് ഷഈറിലേക്കാണ് പോകുന്നത്. അപ്പൊ രണ്ടും രണ്ടായി. മറ്റു ഫറയിലേക്കാണ് മുഅ്തരിദിന്റെ ഇല്ലത്ത് പോയത്. ഇങ്ങനെ വരുമ്പോൾ മുഅ്തരിദ് മുസ്തദില് ഈ രണ്ടാളും കൊണ്ടുവന്ന ഇല്ലത്തിന് എല്ലാം ഒരു ഫറയിലേക്ക് വിട്ടുകടന്നു പോകുന്നുണ്ട്. ഏത് ഫറയിലേക്ക്? മുസ്തദില് കൊണ്ടുവന്ന ഫറയിലേക്ക് വിട്ടുകിടക്കുന്ന ആ ഇല്ലത്ത് വേറൊന്ന്, മുഅ്തരിദ് കൊണ്ടുവന്ന ഇല്ലത്ത് വേറെ ഫറയിലേക്ക് വിട്ടുകിടക്കുന്നു. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യേണ്ടി വരും ഇവിടെ? അപ്പൊ രണ്ടാൾക്കും ഇടയിൽ ഇഖ്തിലാഫ് പോയി. ഹുക്മ് ഫർഇന്റെ ഷഈർ തുഫാ, ഇതാണ് ഇപ്പോ ഇവിടെ ഫർഇ ഉള്ളത്. രണ്ടും രണ്ടായി. ഇതിൽ ഭിന്നിപ്പ് വന്നാൽ നഞ്ഞി മുസ്തദിലിനോട് ആ സമയത്ത് തേടും, ഇനി മുഅ്തരിദിന്റെ വസ്തുവിനേക്കാൾ നല്ലതായ റാജിയാക്കാൻ പറ്റുന്ന വല്ലതുമുണ്ടെങ്കിൽ കൊണ്ടുവാ എന്ന് പറയും. ഇതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. രണ്ടുപേരും കൊണ്ടുവന്ന ഇല്ലത്തുണ്ടല്ലോ, ആ രണ്ടുപേരും കൊണ്ടുവന്ന ഇല്ലത്ത് വളരെയധികം കടപിടിച്ചു. അപ്പൊ ഇനി വേറൊന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് മുസ്തദിലിന്റെ വസ്ഫിനെ റാജിയാക്കണം, തേടണം. ഇവിടെ മുസ്തനി പറഞ്ഞല്ലോ തെർജിഹിനെ തേടും എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്? രണ്ട് ഇല്ലത്ത് കൊണ്ട് ഇവിടെ ഇല്ലത്താക്കാൻ കഴിയുന്നില്ല ആ സമയത്ത് ആ തെർജിഹ്. അല്ലാതെ ഇവിടെ ജായിസ് ആക്കിണ്ട് വെക്കുക, എന്നാ പിന്നെ തെർജീഹിനെ തേടേണ്ട യാതൊരു ആവശ്യം ഇവിടെ ഇല്ല. അപ്പോ നമ്മുടെ ഈ തർക്കം ഇവിടെ അവസാനിച്ചു. ഏഴാമത്തെ മസലക്കും തീർന്നു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി എട്ടാമത്തെ ഒരു വിഷയമുണ്ട്, തൊർദ്. എന്താ ഈ തൊർദ് എന്നുള്ളത് ഇനി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 72ാമത്തെ ക്ലാസ്സും എടുക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് അൽഫമറ. അള്ളാഹു ഇത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ പരിശ്രമങ്ങൾ അള്ളാഹു നമ്മെ വിജയിപ്പിച്ച് തെരുമാറാവട്ടെ.
നല്ലത് മനസ്സിലാക്കി ചിന്തിക്കുവാനും നാഫിയായ ഇൽമ കൂടുതൽ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും വീണ്ടും ഞാൻ പറയുന്നു, പ്രാർത്ഥന അത് ഒഴിവാക്കരുത്. ഈ സാധുവിനും കുടുംബത്തിനും ഇഹപര വിജയത്തിനു വേണ്ടിയും ഇതുപോലുള്ള സംരംഭങ്ങൾ നടത്താനും വേണ്ടിയും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.